ഹലോ ഗായ്സ്, വെൽക്കം ടു ചട്ടമ്പീസ് ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ആ പ്രേതക്കോട്ടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അതിനെ തകർക്കാനായി ഇന്ന് നമ്മൾ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് സുമേഷിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് മന്ത്രങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. അതിന് സുമേഷിൻ്റെ അടുത്ത് പോകട്ടെ. ഓനങ്ങനെ പറഞ്ഞു. ഓന് ലൊക്കേഷനൊക്കെ ഓൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് നേരെ ഓൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഗൈസ്. ഇന്നലെ ഞാൻ നല്ല പേടിച്ചു. എമ്മാതിരി ഗ്രാജിപ്രാതാണ് ഗൈസ് തോന്നുന്നുണ്ട്. നല്ല പേടിച്ചു പോകുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇനി നേരെ ഓൻ്റെ അടുത്തേക്ക് പോവാം. ഉള്ളത് ഗാർഡനിലാണ് എന്നാണ് പറഞ്ഞ്. അപ്പം നമ്മൾ ബാക്ക് വഴി കൂടെ പോവാം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇന്നലെ അതുകൂടെ പോയിട്ട് നല്ല വേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൂടെ പോവാം. അപ്പോൾ നമുക്ക് പേടിയുണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ അതുകൂടെ അങ്ങനെ പോയിക്കണു. അപ്പോൾ നമുക്ക് പേടിയൊന്നും അങ്ങനെ തോന്നിയില്ല. അപ്പോൾ നമ്മളെ സുമേഷ് വന്നിക്കണു. അപ്പോൾ നമുക്ക് ഓൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓൻ്റെ അടുത്ത് പോവാണ്. എടാ സുമേഷേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? സെറ്റാണോ? ആണ് ചെക്കെ, ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റായി. ഓ വില്ലേജിലുണ്ട്. ഇത് ഓൻ്റെ അടുത്തേക്ക് പോയിക്കോ. ഓൻ്റെ എനിക്കൊക്കെ സെറ്റാക്കി തരും. അപ്പോൾ ഗൈസ് നമ്മളെ സുമേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പം നമുക്കിനി നേരെ വില്ലേജിൽ പോവാം. അപ്പം നമ്മളങ്ങനെ പോവാണ് ഗൈസ്. നമ്മൾ നേരെ ഇനി വില്ലേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? വേണ്ട, ഇന്ന് പോലീസൊക്കെ സീനാക്കും. അപ്പം നമുക്ക് കംപ്ലൈൻറ്റ് വേണ്ട. നമുക്ക് നേരെ ഇനി വില്ലേജിൽ പോവാം. ഇതൊക്കെ ആണെങ്കിൽ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂസിലൊക്കെ നമ്മളെ പേര് അറിയപ്പെടും. അപ്പോൾ നമ്മൾ അവിടെ നമ്മളെ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കില്ല. നമ്മളെ പേര് മാത്രമല്ല അറിയപ്പെടുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അടുത്ത് എത്തിക്കുന്നത്. ഇവിടെ ഉണ്ട് ആള്. നിങ്ങളാണോ സുമേഷ് പറഞ്ഞ ആ ആള്? നിങ്ങൾക്ക് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുമോ? ഇത് ചേക്കല്ലേ, എനിക്ക് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്ക് ഈ മന്ത്രവാദി ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തരുന്ന പറയുന്നത്. ഇത് വ്യത്യാസം കോട്ടും ഷൂട്ടൊക്കെ ഉള്ള ഒരു മന്ത്രവാദിയാണ്. ഇതിനെ കളിയാക്കണ്ട, എനിക്ക് മന്ത്രം ഞാൻ പറഞ്ഞുതരാം. പ്രായത്തിലെ നീയോ നിന്റെ വീട് നശിക്കട്ടെ എന്ന് പറഞ്ഞ് നീ തീയിട്ട മതി. ഓക്കെ ഗൈസ്, മന്ത്രവാദിൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രവാദി നമുക്ക് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നേരെ നമുക്ക് പ്രേതക്കോട്ടയ്ക്ക് പോവാം. അപ്പോൾ ഈ മന്ത്രം പാലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ആ പ്രേതം ഇന്നെ എമ്മാതിരി പേടിപ്പിച്ചറിയോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ പ്രേതക്കോട്ട പോവാം. അപ്പോൾ നമ്മൾ പ്രേതക്കോട്ടയിൽ എത്തിക്കോളൂ ഗൈസ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അധികം നിൽക്കൽ ഡേഞ്ചറാണ്, കാരണം ഇവിടെ സിംഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം പോയി പറയാം. പ്രേതം അവിടെ സുഖം ഇരിക്കുന്നുണ്ടാവില്ലേ? പ്രേതമേ, നീയും നിന്റെ വീടും നശിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ വീടൊക്കെ നല്ല അടിപൊളി കത്തുണ്ട് ഗൈസ്. പ്രേതം കരിയണൊക്കെ ഉണ്ട്. നമുക്ക് സമയം നല്ല പോയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.